जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീരാമ നവമി ആശംസകൾ. ഹരേ കൃഷ്ണ. നമുക്ക് ശ്രീമദ് ഭാഗവതം 4-ാമത്തെ സ്കന്ധം 26-ാമത്തെ അധ്യായം. പുരഞ്ജന രാജാവ് നായാട്ടനായി വനത്തിലേക്ക് പോവുകയും അവന്റെ രാജ്ഞി കോപിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 21 മുതൽ 25 വരെ വായിക്കാം. പുരഞ്ജന ഉവാച നൂനം ത്വകൃതപുണ്യാസ്തേ ഭൃത്യായേഷീശ്വരാ ശുഭേ കൃതാഗസ്വാത്മസാത് കൃത്വാ ശിക്ഷാദണ്ഡം ന യുജ്യതേ. പരമോനുഗ്രഹോ ദണ്ഡോ ഭൃത്യേഷു പ്രഭുണാർപ്പിതഃ ബാലോ ന വേദ തത്വന്നി ബന്ധുകൃത്യം അമർഷണഃ. സത്വം മുഖം സുദതി ശുഭ്രനുരാഗഭാര വ്രീഡാ വിളംബ വിലസത് ഹസിതാവലോകം നീലാളകാളിഭിരുപസ്കൃതം ഉന്നസം ന സ്വാനാം പ്രദർശയ മനസ്വിനി വൽഗുവാക്യം. തസ്മിൻ ദദേ ദമമഹം തവ വീരപത്നി യോന്യത്ര ഭൂസുരകുലാത് കൃതകിൽബിഷസ്തം പശ്യേന വീതഭയം ഉന്മുദിതം ത്രിലോക്യ അന്യത്ര വൈ മുരതിഗോ ഇതരത്ര ദാസാദ്. വക്ത്രം നത്തെ വിതിലകം മലിനം വിഹർഷം സംരംഭഭീമം അവിമൃഷ്ടം അഭേദരാഗം പശ്യേസ്തനാവപി ശുചോ വഹതൗ സുജാതോ ബിംബാധരം വിഗത കുങ്കുമഭംഗരാഗം. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം പ്രഭുജി. മംഗളപ്രദം മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4, അധ്യായം 26. പുരഞ്ജന രാജാവ് നായാട്ടിനായി വനത്തിലേക്ക് പോവുകയും അവന്റെ രാജ്ഞി കോപിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 21. ഓം നമോ ഭഗവതേ വാസുദേവായ. പുരഞ്ജന ഉവാച നൂനം ത്വൽകൃത പുണ്യാസ്തി ഭൃത്യയേഷീശ്വര ശുഭേ കൃതാഗസ്വാത്മസാൽ കൃത്വാ ശിക്ഷാദണ്ഡം ന യുഞ്ജതേ. വിവർത്തനം. ദിവ്യപൂജ ശ്രീമതി എസ് ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് കി ജയ. ജയ ശില പ്രഭുപാദ്. പുരഞ്ജന രാജാവ് പറഞ്ഞു, എന്റെ സുന്ദരിയായ പ്രിയ പത്നി, ഒരു യജമാനൻ തന്റെ ഭൃത്യനെ സ്വന്തം ആളായി അംഗീകരിക്കുകയും ഭൃത്യന്റെ അപരാധങ്ങൾക്ക് അവനെ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ ഭാഗ്യഹീനനായി പരിഗണിക്കപ്പെടണം. ശ്ലോകം 22. പരമാനുഗ്രഹോ ദണ്ഡവൃത്യേഷു പ്രഭുണാർപ്പിത ബാലോ ന വേദ തത്വന്നേ ബന്ധുകൃത്യം അമർഷണ. വിവർത്തനം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൃശഗാത്രയായ കന്യകെ,
ഒരു യജമാനൻ അവന്റെ ഭൃത്യനെ ശിക്ഷിക്കുമ്പോൾ ശിഷ്യനത് വലിയ അനുഗ്രഹമായി സ്വീകരിക്കണം. അത് മിത്രത്തിന്റെ ധർമ്മമാണെന്ന് മനസ്സിലാക്കാതെ ഒരുവൻ കോപിച്ചാൽ അവൻ വലിയൊരു വിഡ്ഢിയായിരിക്കും. ശ്ലോകം 23. സാത്തം മുഖം സുദതേ സുഭ്രനുരാഘപാര വ്രീഢാവിളംബവിലസ അസിധാവലോകം നീലാലകാലിബിന്ദൂപസ്കൃതമുന്നസംന സ്വാനാം പ്രദർശയം മനസ്സിനെ വൽഘുവാക്യം. വിവർത്തനം. മനോഹരമായ ദന്തനിരകളോടുകൂടിയ നിന്റെ ആകർഷകമായ രൂപം നിനക്ക് വളരെ ഗാഢചിന്തയുള്ള ഒരുവളുടെ പരിവേഷമുണ്ടാക്കുന്നു. ദയവായി കോപം ഉപേക്ഷിച്ച് എന്നിൽ കാരുണ്യമുള്ളവളാകൂ. ദയവായി സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കൂ. നിന്റെ മനോഹരമായ മുഖത്ത് പുഞ്ചിരി കാണുമ്പോൾ, നിന്റെ നീലാഭമായ കാർക്കൂന്തൽ കാണുമ്പോൾ, ഉയർന്ന നാസിക കാണുകയും മധുരഭാഷണം കേൾക്കുകയും ചെയ്യുമ്പോൾ നീ എനിക്ക് അതിസുന്ദരിയും അത്യാകർഷകയുമായ എന്നെ നിന്നോട് കടപ്പാടുള്ളവനാക്കി തീർക്കുന്നു. എന്റെ ഏറെ ആദരണീയയായ പത്നിയാണ് നീ. ശ്ലോകം 24. തസ്മിൻ തദേധമമാം തവ വീരപത്നീയോന്യത്ര ഭൂസുരകുലാ കൃതകിൽബിഷസ്തം പശ്യേന വീതഭയം മുന്മുദിതം ത്രിലോക്യ മന്യത്ര വൈ മുരരിപോരിതഴത്രധാസ. വിവർത്തനം. അല്ലയോ നായക പത്നി, ദയവായി എന്നോട് പറയൂ, ആരെങ്കിലും നിന്നോട് അപരാധം ചെയ്തുവോ? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവനല്ലാത്ത പക്ഷം അവന് ശിക്ഷ നൽകുവാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ മുരരിപുവിന്റെ, അതായത് കൃഷ്ണന്റെ ഭൃത്യനല്ലാതെ ഈ ത്രിലോകങ്ങൾക്കുള്ളിലോ മീതെയോ ഉള്ള ആരോടും ഞാൻ ക്ഷമിക്കുകയില്ല. നിന്നോട് തെറ്റ് ചെയ്തിട്ട് ഒരുവനും സ്വതന്ത്രമായി ചലിക്കാൻ കഴിയില്ല. ഞാൻ അവനെ ശിക്ഷിക്കും. ശ്ലോകം 25. വക്രം നദേവിതിലകം മലിനം വിഹർഷം സംരംഭം വേ മമ വേഷ്ട മഭേദരാഗം പശ്യേസ്തനാവവിശുജോ ബഹദൗ സുജാതോ ബിംബാധരം വിഗത കുങ്കുമപ്പങ്കരാഗം. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട പത്നി, നിന്റെ മുഖം തിലകമണിയാതെയോ അല്ലെങ്കിൽ നിന്നെ സ്നേഹമോ തേജസ്സോ ഇല്ലാതെ ഇങ്ങനെ ദുർമുഖിയായോ എന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ കണ്ണുകളിൽ നിന്ന് ഉതിർന്ന കണ്ണുനീരാൽ കുതിർന്ന സ്തനങ്ങളും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നിന്റെ വില്ലപ്പഴത്തിന്റെ നിറമുള്ള ചുണ്ടുകളും എന്നത്തേതുപോലെ ചുവപ്പു നിറമില്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ പുരഞ്ജന രാജാവ് വനത്തിൽ വേട്ടയ്ക്ക് പോയി തന്റെ പത്നിയോട് അനുമതി ചോദിക്കാതെ, അല്ലെങ്കിൽ പത്നിയെ തന്റെ ഒപ്പം കൂട്ടാതെ പുരഞ്ജന രാജാവ് വനത്തിലേക്ക് വേട്ടയ്ക്ക് പോയി. ആ മൃഗയ വിനോദത്തിന് ശേഷം തിരിച്ചു വന്ന സമയത്ത് തന്റെ പത്നി വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നതായിട്ട് കണ്ടു. ഒരു വിഭ്രമത്തിൽ വെറും നിലത്ത് കിടക്കയിലല്ലാതെ കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ തന്നോട് ദേഷ്യപ്പെട്ട് അവിടെ കിടക്കുകയാണ് എന്ന് പുരഞ്ജന രാജാവിന് മനസ്സിലായി. തന്റെ പത്നിയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും പുരഞ്ജന രാജാവ് നടത്തി. ഇപ്പോൾ ഇതൊരു സാധാരണ നിലവാരത്തിൽ, ഭൗതിക നിലവാരത്തിൽ ഒരു ഭാര്യയോട് ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭർത്താവിന്റെ സംഭാഷണമായിട്ട്, ഒരു ചപലമായിട്ടുള്ള സംസാരമായിട്ട് കാണാൻ സാധിക്കും. കാരണം ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആകർഷണം വളരെ വലുതാണ്. ആ ആകർഷണത്തിൽ മറ്റൊരു വ്യക്തിയുടെ സന്തോഷമാണ് അവർക്ക് ഏറ്റവും വലിയ കാര്യമായിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ വീണ്ടും തന്റെ പത്നിയെ അനുനയിപ്പിക്കുന്നതിനും വീണ്ടും തന്നോടുള്ള ബന്ധം, സ്നേഹബന്ധം തുടരുന്നതിനും വേണ്ടി
പുരഞ്ജന രാജാവിനോട് തന്റെ പത്നിയോട് അപേക്ഷിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ പുരഞ്ജന രാജാവ് പറയുന്ന പല പ്രത്യേക പോയിന്റുകളുമുണ്ട്. ഇവിടെ ആദ്യം പുരഞ്ജന രാജാവ് പറയുന്നത്, തന്റെ പത്നിയെ തന്നോട് എന്തെങ്കിലും ദേഷ്യമായിട്ട് സംസാരിച്ചാലും കുഴപ്പമില്ല, തന്നെ ശകാരിച്ചോളും, എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചോളും, അതെല്ലാം ഞാൻ എന്തായിട്ട് സ്വീകരിക്കും, അത് വലിയ ഒരു പുണ്യമായിട്ട്, ഒരു അനുഗ്രഹമായിട്ട് ഞാൻ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബന്ധം വളരെ അടുത്തതാണെങ്കിൽ അവിടെ ശകാരം പോലും അല്ലെങ്കിൽ ദേഷ്യം പോലും വളരെ മനോഹരമായിട്ട്, മധുരതരമായിട്ട് അവർക്ക് അനുഭവപ്പെടും. വളരെ അടുത്ത ബന്ധത്തിൽ ശകാരം അല്ലെങ്കിൽ ദേഷ്യപ്പെടൽ, ഇതെല്ലാം ആ ബന്ധത്തിന്റെ ഒരു ഭാഗമാണ്. അത് ആ ബന്ധത്തിനെ കൂടുതൽ ദൃഢമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിലാണ് തനിക്ക് ദുഃഖം തോന്നുന്നത് എന്നാണ് പുരഞ്ജന രാജാവ് പറയുന്നത്. നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിൽ എന്തോ കുഴപ്പമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് ഞാനൊരു അനുഗ്രഹമായിട്ട് എടുക്കും. നീ എന്നെ ശകാരിക്കുന്നില്ലെങ്കിൽ ഞാൻ വലിയ ഭാഗ്യഹീനനാണ് എന്നാണ് പുരഞ്ജന രാജാവ് പറയുന്നത്. അപ്പോൾ വളരെ അടുത്ത ബന്ധത്തിൽ ശകാരവും ദേഷ്യവും എല്ലാം ആ ഒരു ബന്ധത്തിന്റെ ഭാഗമാണ് എന്ന് പറയും. ഇത് ആത്മീയമായിട്ടുള്ള ബന്ധത്തിലുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആത്മീയമായിട്ടുള്ള നിലവാരത്തിൽ ദേഷ്യപ്പെടുന്നത്, ശാസിക്കുന്നത് അത് ഒരു അനുഗ്രഹമാണ്. ഇവിടെ പുരഞ്ജന രാജാവ് പറയുന്നുണ്ട്, പരമോ അനുഗ്രഹോ ദണ്ഡോ കൃത്യേഷോ പ്രഭുണ അർപ്പിത ബാലോന വേദതത്വന്നി ബന്ധു കൃത്യമർഷണ. തന്നെ ശരണം പ്രാപിച്ചിട്ടുള്ള ഒരു ഭൃത്യനെ, ഒരു സേവകനെ ശകാരിക്കുന്നത് അല്ലെങ്കിൽ ദണ്ഡം നൽകുന്നത്, ശിക്ഷിക്കുന്നത് എന്താണ്? അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആ പ്രഭുവിൽ നിന്ന് കിട്ടുന്ന, ആ യജമാനിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നും ഭക്തന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഭഗവാന്റെ ആ സംരക്ഷണം, ഭഗവാന്റെ ശകാരം. ചിലപ്പോൾ ശകാരത്തോടു കൂടിയായിരിക്കും സംരക്ഷണം ഉണ്ടാകും, അല്ലെ? നമ്മള് അർജുനനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിൽ അത് കണ്ടിട്ടുണ്ട്. അർജുനൻ പറഞ്ഞു, എന്നെ ശാസിക്കും, എന്നെ ഒരു ശിഷ്യനായിട്ട് സ്വീകരിച്ച് ശിഷ്യസ്നേഹം സാധ്യമാം ത്വാം പ്രപന്നം, അങ്ങനെ ശാസിക്കണം. ശാസിക്കുമ്പോഴാണ് എനിക്ക് അനുഗ്രഹം കിട്ടുന്നത്, എനിക്ക് ശ്രേയസ് ഉണ്ടാവുന്നത് എന്ന് അർജുനൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ശാസിക്കുകയും ചെയ്തു. ഭഗവാൻ ചീത്ത പറഞ്ഞു, ആദ്യം തന്നെ ശകാരിച്ചു. എന്നാണ് പറഞ്ഞത്? അശോചാൻ അന്നശോചസ്ഥം പ്രജ്ഞാവാദാം ഭാഷസേ ഗതാസൂൻ അഗതാസൂൻ നാനുശോചന്തി പണ്ഡിത. നീ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ, പക്ഷെ ഇതൊന്നും പണ്ഡിതന്മാർ, ബുദ്ധിയുള്ള ആളുകൾ പറയുന്നതല്ല എന്ന് പറഞ്ഞു. അതായത് നീ ഒരു വിഡ്ഢിയെ പോലെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഭഗവാൻ ആദ്യം തന്നെ ശകാരിക്കുകയാണ് ചെയ്തത്. ആ ശകാരത്തിൽ ഒരിക്കലും അർജുനന് യാതൊരു വിഷമവും തോന്നിയില്ല, അല്ലെ? അർജുനൻ അവസാനം എന്താണ് പറഞ്ഞത്? അങ്ങ് പറഞ്ഞതെല്ലാം വളരെ സത്യമാണ് എന്നാണ് പറഞ്ഞത്. അങ്ങയുടെ സർവമേത ഋതം മന്യേ, അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് അർജുനൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു യജമാനന്റെ ശാസന ഏറ്റവും അടുത്ത ബന്ധമാകുമ്പോൾ ആ ശാസന എന്തിനു വേണ്ടിയിട്ടല്ല, പകപോക്കുന്നതിനോ അസൂയ കൊണ്ടോ ഉള്ള ശാസനയല്ല. അത് തന്റെ ഭൃത്യനെ, തന്റെ അനുയായിയെ, തന്റെ ശിഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ്. അതുകൊണ്ട് അത് ആത്മീയമാണ്, അത് പ്രേമപൂർവമാണ്. അതുകൊണ്ട് ഏറ്റവും അനുഗ്രഹമായിട്ട് ആ ഭൃത്യൻ ആ ശാസനയെ സ്വീകരിക്കും എന്നാണ് പറയുന്നത്. പരമോ അനുഗ്രഹോ ദണ്ഡോ, തന്റെ യജമാനൻ തന്നെ ദണ്ഡിച്ചു കഴിഞ്ഞാൽ അതാണ് തനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് കാണാൻ സാധിക്കും. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ലീലയിലും ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണനെ പല സ്ഥലത്ത് വെച്ചിട്ട് ശകാരിക്കുന്നുണ്ട്, നമ്മൾക്ക് കാണാൻ സാധിക്കും. ഭരത മഹാരാജാവ് ശ്രീരാമചന്ദ്ര ഭഗവാനെ വനത്തിൽ ദർശിക്കാൻ വന്ന സമയത്ത് ലക്ഷ്മണൻ തെറ്റിദ്ധരിച്ചു, അല്ലെ? അവർ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് എന്നാണ് ശ്രീരാമചന്ദ്ര ഭഗവാനോട് ലക്ഷ്മണൻ പറഞ്ഞത്. ആ സമയത്ത് ശ്രീരാമചന്ദ്ര ഭഗവാൻ ലക്ഷ്മണനോട് കോപിക്കുന്നുണ്ട്. നീ എന്താണ് വിചാരിച്ചത്? നിനക്ക് എന്റെ രാജ്യം വേണമെങ്കിൽ നീ അത് പറഞ്ഞാൽ എനിക്ക് ഭരതനെ കുറിച്ച് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണനെ ശാസിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ ആ ശാസന വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചത്. അതേപോലെ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയ സമയത്തും വളരെയധികം ശ്രീരാമചന്ദ്ര ഭഗവാൻ കോപിക്കുന്നുണ്ട്. അതെല്ലാം ആ ഒരു ബന്ധത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അത് ആ ബന്ധത്തിനെ കൂടുതൽ ദൃഢമാക്കുകയാണ് ചെയ്യുന്നത്.
അതിൽ യാതൊരു ദോഷവും ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികൾ, ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾ കാണുന്നില്ല എന്നാണ് പുരഞ്ജന രാജാവിടെ പറയുന്നത്. ബാലോന വേദതത്വന്നി, യഥാർത്ഥ ജ്ഞാനം ഉള്ള വ്യക്തി ഒരിക്കലും ഈ ഒരു കാര്യം മോശമായിട്ട് കാണുന്നില്ല. ശകാരം, വിഡ്ഢികളായിട്ടുള്ള ആളുകള് അത് വലിയ മോശമായിട്ട് കാണും. ഇദ്ദേഹത്തിന് എന്നോട് സംസാരിക്കാൻ എന്താണ് അധികാരം? അവര് പറയുന്നത് ജ്ഞാനത്തിനാണ് കേൾക്കുന്നത് എന്ന് അത് ഭൗതികമായിട്ടുള്ള ചിന്തയുണ്ടാകും. അത് ജ്ഞാനത്തിന്റെ ലക്ഷണമല്ല, അത് അറിവിന്റെ ലക്ഷണമല്ല എന്ന് പറയുന്നത് അല്ലെ. ശത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവയെ പോലെ ക്രുദ്ധിക്കുന്നിതു ചിലർ എന്ന് പൂന്താനം പറയും. മറ്റുള്ളവരോടുള്ള അനുകമ്പ കൊണ്ട് സത്തുക്കൾ, ഭക്തന്മാര് മറ്റുള്ളവർക്ക് ഉപദേശം നൽകും. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഭഗവാന്റെ കാര്യമാണ് കേൾക്കേണ്ടത്, മറ്റുള്ളത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് പറയുന്ന സമയത്ത് ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നത് ചില ബുദ്ധിയില്ലാത്ത ആളുകൾ അത് സ്വീകരിക്കുന്നില്ല. അതെന്തോ വലിയ അപരാധമായിട്ട് അവര് തെറ്റിദ്ധരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അതേ കാര്യമാണ് ഇവിടെ പുരഞ്ജന രാജാവ് പറയുന്നത്. പിന്നീട് രാജ്ഞിയുടെ പൂർവ്വ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. രാജ്ഞി നേരത്തെ എത്ര മനോഹരിയായിരുന്നു, അവളുടെ മുഖം എത്ര ആകർഷകമായിരുന്നു. നീ പുഞ്ചിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും വലിയ ആകർഷണമാണ് ഉണ്ടാകുന്നത്. നിന്റെ മുടി എത്ര അഴകുള്ളതായിരുന്നു എന്ന് പറയുന്നത്. നീ എത്ര അതിസുന്ദരിയായിരുന്നു എന്ന് പറയുന്നത് പുരഞ്ജന രാജാവ്. അതിന്റെ അർത്ഥം യഥാർത്ഥ ബുദ്ധി, ആത്മീയമായിട്ടുള്ള ബുദ്ധി പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വളരെയധികം ആകർഷകനായിട്ട് തീരും. മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കും. അതേപോലെ അവർക്ക് വളരെ പ്രസന്നതയുണ്ടാകും, അവർക്ക് സന്തോഷമുണ്ടാകും. ആത്മീയ ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്താണ് ഒരു വ്യക്തിയുടെ ആകർഷകത്വം, പ്രസന്നത, സന്തോഷം എല്ലാം നഷ്ടപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബുദ്ധി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തി വളരെ സന്തോഷവാനായിട്ട് തീരും എന്നാണ് പറയുന്നത്. ബുദ്ധി യഥാർത്ഥത്തിൽ വളരെയധികം ആകർഷകമാണ്. അത് ഗാഢ ചിന്തകൾ നൽകാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. മനോഹരമായ ദന്തനിരകളോടുകൂടിയ നിന്റെ ആകർഷകമായ രൂപം നിനക്ക് വളരെ ഗാഠചിന്തയുള്ള ഒരുവളുടെ പരിവേഷം ഉണ്ടാകും. ബുദ്ധി കൊണ്ടാണ് ഗാഠചിന്തയുണ്ടാകുന്നത്, യഥാർത്ഥ ചിന്തയുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കാനും വിജയത്തിലേക്ക് നയിക്കാനും ഒരു യഥാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ബുദ്ധിക്ക് സാധിക്കും. ഇതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് പറയുന്നത്. ബുദ്ധി ശരിയായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. നിന്നെ ഈ രീതിയിലാക്കിയിട്ടുള്ള വ്യക്തിയെ ഞാൻ ശിക്ഷിക്കാൻ തയ്യാറാണ് എന്നാണ് പുരഞ്ജന രാജാവ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ആരെങ്കിലും നിന്നോട് അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ശിക്ഷിക്കാൻ തയ്യാറാണ്, പക്ഷെ ഞാൻ ഒരിക്കലും വൈഷ്ണവ അപരാധം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടി പുരഞ്ജന രാജാവ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭക്തന് വൈഷ്ണവ അപരാധം ഏറ്റവും വലിയ ദോഷമാണ് എന്നറിയാം. ഒരു ബ്രഹ്മജ്ഞാനിയോട് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തനോട് ചെയ്യുന്ന അപരാധം അത് വലിയ ദോഷമായിട്ട്, അതൊരിക്കലും പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു ദോഷമായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ അവരെ അല്ലാതെ ബാക്കി ആരെയും ശിക്ഷിക്കാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഭക്തന് ബ്രഹ്മജ്ഞാനിക്ക് വലിയ പരിഗണന അന്നത്തെ കാലത്ത് കൊടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരോട് ചെയ്യുന്ന അപരാധം, ഭഗവാന്റെ സംരക്ഷണത്തിൽ ഇരിക്കുന്നവരാണ് ഭഗവാന്റെ ഭക്തന്മാരും ബ്രഹ്മജ്ഞാനികളും. അതുകൊണ്ട് അവരോട് ഞാൻ യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പുരഞ്ജന രാജാവ് അവിടെ പറയുന്നത്. വൈഷ്ണവ അപരാധത്തിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു വൈഷ്ണവ അപരാധം ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ്, ഒരു മതയാനയെ പോലെയാണ് എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അത് നമ്മുടെ ഭക്തിയെ മുഴുവൻ നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ അവരോട് യാതൊരു അപരാധവും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ പുരഞ്ജന രാജാവ് സൂചിപ്പിക്കും. മുരരിപുവിന്റെ ഭക്തന്മാരോട് ഞാനൊന്നും ചെയ്യുന്നില്ല, അവരുടെ ദാസന്മാർ. കാരണം യമരാജൻ പോലും അവരുടെ അടുത്തേക്ക് പോകുന്നില്ല. അപ്പോൾ പിന്നെ പുരഞ്ജന രാജാവിന് അവരുടെ അടുത്തേക്ക് അവരെ ശിക്ഷിക്കുന്നതിന് യാതൊരു താല്പര്യമില്ല എന്നുള്ള കാര്യം പറയാം. ഇപ്പോൾ ആ ബുദ്ധിയുടെ അവസ്ഥ വളരെ തേജസ്സില്ലാത്തതാണ് എന്നുള്ള കാര്യമാണ് 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇപ്പോൾ ആ ബുദ്ധിയുടെ പ്രസന്നത, ആ പ്രസരിപ്പ്, അതിന്റെ വിവേകപരമായിട്ടുള്ള തീരുമാനങ്ങൾ, ഇതൊന്നും അതെടുക്കുന്നില്ല. ഇപ്പോൾ ആ ബുദ്ധി പ്രവർത്തനക്ഷമമല്ല എന്നുള്ള കാര്യം പുരഞ്ജന രാജാവ് പറയുന്നുണ്ട്. അതായത് നിന്റെ മുഖത്തുള്ള തിളക്കം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി.
നിന്റെ തേജസ് ഇപ്പോൾ കാണുന്നില്ല, നിന്റെ മുഖത്ത് പ്രസന്നത കാണുന്നില്ല, നിന്റെ മുഖത്ത് തിലകമില്ല, നിന്റെ മുഖം വളരെ വിളറി ഇരുണ്ടിരിക്കുന്നു. അപ്പോൾ ആ ബുദ്ധിയുടെ, യഥാർത്ഥ ബുദ്ധിയുടെ പ്രവർത്തനക്ഷമമല്ലാത്ത അവസ്ഥയെ കുറിച്ചാണ് പുരഞ്ജന രാജാവ് പറയുന്നത്. നീ വീണ്ടും നിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരണം എന്നാണ് പുരഞ്ജന രാജാവ് അപേക്ഷിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ആത്മീയമായിട്ടുള്ള ബോധം, ഭഗവാന്റെ സേവനമാണ് എൻ്റെ യഥാർത്ഥ ധർമ്മം എന്നുള്ള ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ജീവാത്മാവിന്റെ ജീവിതം ഇരുണ്ടതായിട്ട് പോകും, അജ്ഞാനത്തിലേക്ക് വീണുപോകും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ അധ്യായത്തിൽ ഒരു ശ്ലോകം കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സെൽവ മാതാജി ജപിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.